ഹായ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. PCC അഥവാ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഈസിയായിട്ട് എടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമായിട്ട് ജോലിക്കായിട്ടോ താമസിക്കാനോ പോകുന്നവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു രേഖയാണ് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഒരുപാട് ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. PCC എടുക്കാനായിട്ട് ഒന്നിൽ ട്രാവൽ ഏജൻസിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയാണ് നമ്മൾ PCC എടുക്കുന്നത്. ട്രാവൽ ഏജൻസി പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്യാഷ് ഇവർ സർവീസുകാരായിട്ട് മേടിക്കാറുണ്ട്. അക്ഷയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും, ടൈം വേസ്റ്റ് ആയപ്പോൾ അക്ഷയ കേന്ദ്രത്തിലും സർവീസ് ചാർജ് കൊടുക്കേണ്ടിയിട്ട് വരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് PCC എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോ ഫുള്ളും പറയുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഈ വീഡിയോയിൽ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടെന്നും രേഖകൾ എന്തൊക്കെ വേണമെന്നും എല്ലാം ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് PCC ബുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് PCC എന്നും എന്തിനാണ് ഇത് വേണ്ടതെന്നും ഞാൻ പറയാം. നിങ്ങൾക്കെതിരെ ഒരു ക്രിമിനൽ കേസും ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഗൾഫ് രാജ്യങ്ങളിലെ വിസ നടപടികൾക്ക് വേണ്ടി ഇത് നിർബന്ധമാണ്. ഇതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെ നോക്കാം. നമ്മുടെ പാസ്പോർട്ട് വേണം, പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം, പാസ്പോർട്ടിൻ്റെ മുൻഭാഗവും ബാക്ക് സൈഡും വേണം. ചില രാജ്യങ്ങളിൽ വിസ സ്റ്റാമ്പ് ചെയ്ത പേജ് ചോദിക്കാറുണ്ട്. കുവൈറ്റുള്ള രാജ്യങ്ങളിൽ വിസ സ്റ്റാമ്പ് ചെയ്ത പേജ് വേണ്ട. കുവൈറ്റിലേക്ക് PCC എന്ന് പറഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിനുവേണ്ടി വിസയുടെ ആവശ്യമില്ല. ചില രാജ്യങ്ങളിൽ പോകുന്നവർക്ക് വിസയുടെ കോപ്പിയോ അല്ലെങ്കിൽ ഓഫർ ലെറ്ററോ ചോദിക്കാറുണ്ട്. കുവൈറ്റിലേക്ക് വരുന്നവർക്ക് ഇതിന്റെ ആവശ്യമില്ല. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടതാണ് വിലാസം തെളിയിക്കുന്നതിനുള്ള രേഖകൾ. അത് നമ്മുടെ ആധാർ കോപ്പിയോ വോട്ടർ ഐഡിയോ പാൻ കാർഡ് ഇലക്ട്രിസിറ്റി ബില്ല് വാട്ടർ ബില്ല് അല്ലെങ്കിൽ ബാങ്കിന്റെ പാസ്ബുക്ക് എന്ന് കൊടുത്താൽ മതി. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കൈ വെച്ചേക്കുക. ഇപ്പം PCC എടുക്കാൻ ചെല്ലുന്നവർക്ക് അവിടെ വെച്ച് തന്നെ അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിക്കാറുണ്ട്. ചില രാജ്യങ്ങളിൽ പോകുന്നവർക്ക് PCCക്ക് വേണ്ടി ചില പാസ്പോർട്ട് ഓഫീസുകാർ ജോലി ഓഫർ ലെറ്റർ ചോദിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ചേക്കുക. കുവൈറ്റിലേക്ക് വരുന്നവർക്ക് ഇതിന് ആവശ്യമില്ല. ഇങ്ങനെ അപേക്ഷിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കയറാവുന്നതാണ്. PCC ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. പാസ്പോർട്ട് സേവാ കേന്ദ്രം അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. അതിന് ക്ലിക്ക് ചെയ്യാം. രജിസ്ട്രേഷൻ ഉണ്ട്, ലോഗിൻ ഉണ്ട്. നമ്മുടെ ID ഉണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്താൽ മതി. ID ഇല്ലെങ്കിൽ നമ്മുടെ മെയിൽ ID കൊടുത്തത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്റ്റർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ രജിസ്റ്റർ നൗവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. യൂസർ രജിസ്ട്രേഷൻ വന്ന ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് CPV ഡൽഹിയും പാസ്പോർട്ട് ഓഫീസും കാണാൻ പറ്റും. നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ പാസ്പോർട്ട് എവിടെ ഇഷ്യൂ ചെയ്യുന്നു നമ്മുടെ പാസ്പോർട്ട് കാണാൻ പറ്റും. അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. കൊച്ചി സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫുൾ നെയിം അടിച്ചു കൊടുക്കാം. ഇമെയിൽ അയച്ചു കൊടുക്കണം. പിന്നെ അതൊരു ഓപ്ഷൻ ചോദിക്കും ഡു യു വാണ്ട് ലോഗിൻ ID സെയിം ഇമെയിൽ ID ആണെന്ന് ചോദിക്കും. നമ്മൾ എസ് കൊടുത്തിട്ട് സെയിം ഇമെയിൽ IDയിൽ നമുക്ക് ലോഗിൻ ചെയ്യാവുന്ന രീതി കൊടുക്കാം. ചെക്ക് അവൈലബിൾ നോക്കുമ്പോൾ നമുക്ക് ലോഗിൻ ID അവൈലബിൾ കാണിക്കും. നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കാം. ആദ്യം ക്യാപിറ്റലും പിന്നെ ഒരു 4 അക്കവും കൊടുക്കുക. എന്നിട്ടൊരു അറ്റോ കുത്തോ എന്തെങ്കിലും കൊടുത്തിട്ട് 2 നമ്പറോടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് സൈൻ അപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് OTP വരും. OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ OTP അടിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ മെയിൽ ID കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്യുന്നത് ബാക്ക് ടു ലോഗിൻ കൊടുക്കാം. നമ്മൾ മുമ്പ് രജിസ്റ്റർ ചെയ്ത മെയിൽ ID ഒന്ന് നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാസ്വേഡ് സൈൻ ചെയ്യാം. ഇങ്ങനത്തെ ഒരു സർവീസിലേക്ക് വരും. സർവീസ് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ആർക്കാണ് PCC എടുക്കേണ്ടത് അവരുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കാം. താഴെയായിട്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്കിപ്പ് ഫോർ നൗ കൊടുക്കാം. നമ്മൾ ആദ്യമേ കൊടുത്തതല്ല പാസ്പോർട്ട് ഓഫീസ് അതാ കാണിക്കത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽ വരും. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ഒരു അക്ഷരം തെറ്റരുത്, കറക്റ്റായിട്ട് ഇവിടെ ഫില്ല് ചെയ്യണം. അത് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽ അടിച്ചു കൊടുക്കാം. എവിടെയാണ് ഇഷ്യൂ ചെയ്തത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. താഴെ നമുക്ക് വരുന്നത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണ്. എന്നാണ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തത് ആ ഡേറ്റ് നമ്മുടെ പാസ്പോർട്ടിലുണ്ട്. അത് നോക്കി നമുക്ക് ടൈപ്പ് ചെയ്യാം. ഡേറ്റ് ഓഫ് എക്സ്പയറി ആണ്. അത് നമ്മുടെ പാസ്പോർട്ടിൽ തന്നെ ഉണ്ട്. ടൈപ്പ് ചെയ്യാം. നമ്മൾ ഏത് രാജ്യത്തേക്കാണ് PCCക്ക് അപ്ലൈ ചെയ്യുന്നത് ആ രാജ്യം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്തിനു വേണ്ടിയാണ് PCC എന്ന ഒരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് നമ്മുടെ ജോലി ആവശ്യമാണെങ്കിൽ ജോലി കൊടുത്താൽ മതി. എംപ്ലോയ്മെൻറ്റ് വിസ വർക്ക് പെർമിറ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത വേറൊരു ഓപ്ഷനിലേക്ക് വരും. ഇവിടെ നമ്മുടെ ആർക്കാണോ വേണ്ട അവരുടെ ഫുൾ നെയിം കൊടുക്കാം. ജെൻഡർ സെലക്ട് ചെയ്യാം. പ്ലേസ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാം. സിറ്റിസൺഷിപ്പ് ചോദിക്കുന്നുണ്ട്. സിറ്റിസൺഷിപ്പ് ബർത്ത് ആണെങ്കിൽ ബർത്ത് കൊടുക്കാം. പാൻ കാർഡ് ആവശ്യമില്ല. വോട്ടർ ഐഡി ആവശ്യമില്ല.
എംപ്ലോയ്മെന്റ് ടൈപ്പ് ഉണ്ട്, നമുക്ക് പ്രൈവറ്റ് സെലക്ട് ചെയ്യാം. മാരീഡ് ആണെങ്കിൽ മാരീഡ് കൊടുക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്, എന്തോ നോക്കിയിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത ആധാർ നമ്പർ മസ്റ്റായിട്ട് ആഡ് കൊടുക്കണം. ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം. അടുത്തൊരു ഓപ്ഷൻ വരും, ഫാമിലി ഡീറ്റെയിൽ ആഡ് ചെയ്യണം. നേരത്തെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽ ആയിരുന്നു. ഇവിടെ നമുക്ക് ഫാദറിന്റെ നെയിം ചോദിക്കും. പാസ്പോർട്ട് എടുത്തിട്ട് പാസ്പോർട്ടിൽ ഫാദറിന്റെ നെയിം നോക്കണം. അടുത്തായിട്ട് മദർ നെയിം അടിച്ചു കൊടുക്കാം. സർനെയിം ഉണ്ട്, സർനെയിം കൊടുക്കുക. അടുത്തത് ലീഗൽ ഗാർഡിയൻ ഉണ്ട്, പ്രോസസ് ചോദിക്കും. ഹസ്ബൻഡ് നെയിമോ വൈഫ് നെയിമോ ആഡ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. കഴിയുമ്പോൾ നമുക്ക് അഡ്രസ് ഡീറ്റെയിൽ വരും, അഡ്രസ് ഡീറ്റെയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഡീറ്റെയിൽ നമ്മൾ അടിച്ചു കൊടുക്കണം. പിൻകോഡ്, ഹൗസ് നമ്പർ, വില്ലേജ്, പിൻകോഡ്, സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് അടിച്ചു കൊടുക്കണം. ഡിസ്ട്രിക്ട് അടിച്ചു കൊടുക്കണം. പിൻകോഡ് അടിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റ് എല്ലാം ഒരുമിച്ച് കയറി വരും. ഏത് പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ അടുത്തുള്ളത് ആ പോലീസ് സ്റ്റേഷൻ നമ്മൾ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കണം. തോട്ട് കൺട്രി കോഡ് അടിച്ചു കൊടുക്കണം, ഫോൺ നമ്പർ. അവിടെ നമ്മൾ ഇമെയിൽ അടിച്ചു കൊടുക്കണം. പിന്നെ പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ളത് അവരോടാണെങ്കിൽ അവരോട് കൊടുക്കണം. പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആണെന്ന് ചോദിക്കും. പ്രസൻറ്റ് അഡ്രസ്സ് താഴെ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം. ഇവിടെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. ഫോളോയിങ് ഡീറ്റെയിൽസ്, ഇനി ക്രിമിനൽ കേസുകളുണ്ടോ എന്ന് ചോദിക്കും. എന്തെങ്കിലും വാറൻ്റ് ഉണ്ടോ നമുക്ക് ചോദിക്കും. കോർട്ടായിട്ട് എന്തെങ്കിലും വാറൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഈ 2 വർഷമായിട്ട് എന്തെങ്കിലും കേസോ ഉണ്ടോ എന്ന് ചോദിക്കും. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം. സെൽഫ് ഡിക്ലറേഷനാണ്. നമ്മളിപ്പോൾ എവിടെ നിന്നാണോ ബുക്ക് ചെയ്ത് സ്ഥലത്തിന് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി എന്നാണ് ബുക്ക് ചെയ്യുന്നത് ആ ഡേറ്റ് വരും. ആ എഗ്രി കൊടുത്തിട്ട് ഇവിടെ താഴെ നമുക്ക് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പ്രീവ്യൂ പോയിട്ട് എഡിറ്റ് എടുത്തിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. ഇത് സേവ് ചെയ്ത് വെച്ചാൽ അവിടെ സേവ് ചെയ്ത് കിടക്കും. പിന്നെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ ബുക്ക് ചെയ്യാം. ഇപ്പം തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് അടച്ചാൽ മാത്രം നമുക്ക് അപ്പോയിൻറ്റ് ഡീറ്റെയിൽ കിട്ടത്തുള്ളൂ. ആദ്യമേ പേയ്മെൻറ്റ് അടയ്ക്കണം. പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് കൊടുക്കാം. ഓക്കെ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുക. ഇത്രയും ഡേറ്റിലാണ് അവൈലബിൾ ആയിട്ട് കിടക്കുന്നത്. ഇത് നോക്കി സെലക്ട് ചെയ്തിട്ട് എവിടെയാണ് അവിടെ നമുക്ക് ഇത് നോക്കിയിട്ട് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് അനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. നമുക്ക് പേയ്മെൻറ്റ് നമുക്ക് കാർഡിൽ ചെയ്യാൻ പറ്റും. 500 രൂപയാണ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് താഴെ പോയിട്ട് പേ നൗ ചെയ്യാം. മൊബൈൽ ബാങ്കിങ് വഴിയോ UPI വഴിയോ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഡൺ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. യുവർ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. തന്നെ ബാക്കിലോട്ട് പോയിക്കോളും. ഇവിടെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഉൾപ്പെടെ നമുക്ക് എപ്പോഴാണ് അപ്പോയിൻമെൻറ്റ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പ്രിൻ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റ് റെസിപ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ചെയ്ത ഫുൾ ഡീറ്റെയിൽ വരുന്നതാണ്. SMS ആയിട്ട് വേണമെങ്കിൽ ഗെറ്റ് അപ്പോയിൻമെൻറ്റ് SMS ക്ലിക്ക് ചെയ്താൽ SMS ആയിട്ട് പോകുന്നതാണ്. പ്രിൻറ്റ് റെസിപ്റ്റ് വേണമെങ്കിൽ പ്രിൻറ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇതാണ്. പ്രിൻ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യണം. സേവ് കൊടുക്കുക. ഇവിടുന്ന് നമുക്ക് എവിടെയെങ്കിലും വാട്സപ്പിലൊക്കെ അത് സെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ നമുക്കൊരു PCC എടുക്കുന്നത്. നമ്മളിപ്പോൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റ്, ടൈമിങ്, ഏത് ബാച്ചിലാണ്, ഏത് സീക്വൻസ് നമ്പർ എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇത് നമ്മൾ ഒന്നിൽ പ്രിൻ്റ് എടുത്തിട്ട് പോവുക, ഇല്ലെങ്കിൽ മൊബൈൽ കാണിച്ചാലും കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് മൊബൈൽ വഴി PCC എടുക്കാവുന്നതാണ്. ഈ ബുക്ക് ചെയ്ത റെസിപ്റ്റ് നിങ്ങൾ കൈവെക്കുക. അവിടെയുള്ള പ്രൊസീജിയർ ഞാനൊന്ന് പറയാം. നമുക്ക് കിട്ടിയ ആ റെസിപ്റ്റിൽ അപ്പോയിൻമെൻറ്റ് ഡേറ്റും സമയവും എല്ലാം അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സമയത്തിൻ്റെ അരമണിക്കൂർ മുന്നേ അവിടെ എത്തിയിരിക്കണം. നമ്മൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്ത എല്ലാ രേഖകളും കയ്യിൽ കരുതുക. അതിൻ്റെ ഒറിജിനലും കോപ്പിയും കയ്യിൽ കരുതുക. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഇപ്പോൾ എടുത്ത സ്ലിപ്പ് മറക്കാതെ കൊണ്ടുപോവുക. ഇതിൻ്റെ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മൊബൈലിലാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ രേഖകളെല്ലാം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പരിശോധിക്കുകയും നമ്മൾ ഫിംഗർ പ്രിൻ്റ് അടയാളപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ കൗണ്ടറിൽ കയറി ചെല്ലുന്ന നമ്മുടെ രേഖകളെല്ലാം ചെക്ക് ചെയ്തിട്ട് നേരെ വേറൊരു കൗണ്ടറിലേക്ക് വിടും. നമ്മൾ ചെയ്ത ഡീറ്റെയിൽ എല്ലാം ചെക്ക് ചെയ്തിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കും. ആ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കൊടുക്കുക. അവർ തിരുത്തി ക്ലിയർ ചെയ്യുന്നതാണ്. പ്രിൻ്റ് എടുത്ത് ശരിക്കും നമ്മൾ വായിച്ച് നോക്കണം. മെയിനായിട്ട് നമ്മുടെ പേര് നോക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം, പാസ്പോർട്ട് ഡേറ്റ് നോക്കണം, പാസ്പോർട്ട് ഇഷ്യൂവും പാസ്പോർട്ട് എക്സ്പയറി നോക്കണം. കൂടാതെ അഡ്രസ്സ് കറക്റ്റാണ് നോക്കണം. ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെരിഫൈ ചെയ്യുക. കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് PCC കിട്ടത്തില്ല. പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് SP ഓഫീസിലേക്ക് ഇവർ റെഫർ ചെയ്യും. SP ഓഫീസിൽ നിന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അവർ റെഫർ ചെയ്യും. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വെരിഫൈ ചെയ്യും. നമ്മൾ വീട്ടിൽ വരുമ്പോൾ അവർ ചോദിക്കുന്ന രേഖകൾ കാണിക്കേണ്ടതായിട്ട് വരും. ഒന്നിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ കാർഡ് എന്തെങ്കിലും അവർ ചോദിക്കും, നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആണെങ്കിൽ അവർ നേരെ അത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലേക്ക് അയക്കും. നേരത്തെ നമുക്ക് PCC നെക്സ്റ്റ് ഡേ കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് ലേറ്റ് ആവുന്നുണ്ട്. 7 തൊട്ട് 10 ദിവസമൊക്കെ പിടിക്കും. നമ്മുടെ വീട്ടിലെ അഡ്രസ്സിലേക്ക് അത് പോസ്റ്റായിട്ട് അയച്ചിരുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ PCC ബുക്ക് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഏജൻസികളെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് തന്നെ ഇത് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതിലെന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായമായി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് വെച്ചേക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.